ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL ലഹരിയിലേക്ക് മുങ്ങുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയുടെ ക്രിക്കറ്റ് ആവേശം. എന്നാൽ പൂർണ്ണമായും IPL ലഹരിയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എത്തണമെങ്കിൽ മാർച്ച് 7 തുടങ്ങുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റും, അതായത് അവസാന ടെസ്റ്റ് കൂടി സമാപിക്കണം. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് വരുന്നതിനാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് IPL 2023 കഴിഞ്ഞ വർഷം IPL ഓരോ ടീമുകളും, അതായത് 10 ടീമുകളുടെയും ലീഡിംഗ് റൺ സ്കോറേഴ്സ് ആരാണെന്നോ ടോപ്പ് 10 വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് വിന്നറായിരുന്നു യുവതാരം ശുഭ്മാൻ ഗിൽ. 890 റൺസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്ന ഗില്ല് അടിച്ചു കൂട്ടിയത്. സോ അതിനാൽ തന്നെ ഈ ഒരു ടോപ്പ് 10 ഒന്നാം സ്ഥാനം ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. ഇത്തവണ IPL 2024 എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായക സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. അതോടൊപ്പം അതിനാൽ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് ഈ യുവതാരത്തിന് മേൽ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിനോട് നിർവഹിക്കാനായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ലീഡിംഗ് റൺ സ്കോറേഴ്സിൻ്റെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ഫാഫ് ഡുപ്ലസി ആയിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നായകനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താരം 730 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി അടിച്ചു കൂട്ടിയത്. നമുക്കറിയാം, വിരാട് കോഹ്ലിക്കൊപ്പം അദ്ദേഹത്തിന് ആ ഒരു ഓപ്പണിംഗ് പെയർ ശരിക്കും പറഞ്ഞൊരു മികച്ച ക്ലാസ് ഇന്നിങ്സ് തന്നെയായിരുന്നു വിരാട് കോഹ്ലി. അതോടൊപ്പം തന്നെ ഫാഫ് ഡുപ്ലസി ഓപ്പണിംഗ് സഖ്യം ബാംഗ്ലൂരിന് വേണ്ടി അടിച്ചു കൂട്ടിയത്. സോ ഇത്തവണ ആദ്യ കിരീടമെന്ന പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ബാംഗ്ലൂരിന് സാധിക്കട്ടെ. ഇനി കഴിഞ്ഞ സീസണിൽ ലീഡിംഗ് റൺ സ്കോറേഴ്സിൻ്റെ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തിയത് ഡെവൻ കോൺവേ ആയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണിംഗ് പ്ലെയറായിട്ടുള്ള ഡെവൻ കോൺവേ, ന്യൂസിലാൻഡ് താരം. ഇത്തവണ അദ്ദേഹം പക്ഷേ IPL കളിക്കുന്നില്ല. തള്ളവിരലേറ്റ പരിക്ക് മൂലം താരം മുഴുവനായും IPL നിന്നും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ചെന്നൈക്ക് തങ്ങളുടെ സ്ക്വാഡിലെ ഒരു മികച്ച ബാറ്ററാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ 672 റൺസായിരുന്നു ചെന്നൈ കിരീടം നേടിയ സീസണിൽ ഡെവൻ കോൺവേ ടീമിനായി അടിച്ചു കൂട്ടിയത്. 4ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ യശസ്വി ജയ്സ്വാളാണ്. രാജസ്ഥാൻ റോയൽസിലെ യുവതാരം. 625 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത്. സോ ഇത്തവണ ഓറഞ്ച് ക്യാപ്പ് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജയ്സ്വാൾ പുതിയ IPL എത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും റീസെൻ്റായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ 2 ടെസ്റ്റുകളിൽ ഡബിൾ സെഞ്ചുറി പൂർത്തീകരിച്ചിരുന്നു യുവതാരം. ഈ അടുത്ത താരം സൂര്യകുമാർ യാദവാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിട്ടുള്ള മിസ്റ്റർ 360 സ്കൈ 605 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി അടിച്ചു കൂട്ടിയത്. അടുത്ത താരമെന്ന് പറയുന്നത് 516 റൺസുമായി ഡേവിഡ് വാർണറാണ്. കഴിഞ്ഞ സീസണിൽ ഋഷഭ് പന്തിൻ്റെ അഭാവത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത താരമായിരുന്നു ഓസ്ട്രേലിയൻ താരം വാർണർ. 516 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ വാർണർ നേടിയത്. അടുത്ത താരമെന്ന് പറയുന്നത് 474 റൺസുമായി റിങ്കു സിംഗ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മികച്ച ഫിനിഷർ എന്ന് തന്നെ പറയാം. ശരിക്കും ഈ ഒരു ലിസ്റ്റ് പ്രകാരം വളരെ സർപ്രൈസിങ് എലമെൻ്റ് തന്നെയാണ് റിങ്കു സിംഗിൻ്റെ ആ ഒരു സ്ഥാനം. നമുക്കറിയാം, KKRനെ പോലെ വളരെ മികച്ച ബാറ്റ്സ്മാൻമാരുള്ള നിരയിൽ അതൊരു ടോപ്പ് ഓർഡർ ബാറ്റർ പോലുമല്ല റിങ്കു സിംഗ്. മിഡിൽ ഓർഡറുകളിൽ ഒരു ഫിനിഷർ റോളിലാണ്. ശരിക്കും ആന്ധ്ര റസലിനൊക്കെ ശേഷമാണ് റിങ്കു കളിക്കളത്തിലേക്ക് എത്തുന്നത്. 474 റൺസുമായി കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ലീഡിംഗ് റൺ സ്കോററായിരുന്നു റിങ്കു. അടുത്ത താരം ഹൈൻറിച്ച് ക്ലാസറാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. 448 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മാർക്കസ് സ്റ്റോയിനിസ് ആണ് 9ാമത്തെ താരം. 408 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ സ്റ്റോയിനിസ്, ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള സ്റ്റോയിനിസ് ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി നേടിയിട്ടുള്ളത്. ആൻഡ് 10ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടുള്ള ശിഖർ ധവാനാണ്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ നായകൻ കൂടിയായിട്ടുള്ള ധവാൻ അടിച്ചു കൂട്ടിയത് 373 റൺസാണ്. സോ ഈ ഒരു ലിസ്റ്റ് പ്രകാരം ടോപ്പ് 10 ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലും അവസാന സ്ഥാനത്ത്, അതായത് 10ാം സ്ഥാനത്ത് ശിഖർ ധവാനുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് എത്രയും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും.